ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മൈസൂർ ചീരയാണ്. മൈസൂർ ചീര മൈസൂർ ചീര മൈസൂർ ചീരയാണ്. ഇതിന് ഇംഗ്ലീഷിൽ മൈസൂർ സ്പിനാച്ച് എന്ന് പറയും. സ്പിനാച്ച്. പിന്നെ വേറൊരു ഇംഗ്ലീഷ് പേരുണ്ട്, ബസല്ല ആൽബ. പിന്നെ മലയാളത്തിൽ വേറെ ഈ ചീരയ്ക്ക് പല പല പേരുണ്ട്. അതിൽ മലബാർ ചീരയെന്നുണ്ട്, വഷള ചീരയുണ്ട്, കോഴിച്ചീര എന്നൊക്കെയുണ്ട്. സാധാരണ ഈ രണ്ട് പ്രധാന ഇനങ്ങളുണ്ട് ഈ ചീര തന്നെ. ഒന്ന് പച്ച നിറത്തിലുള്ള തണ്ടും ഇലകളുള്ളത്, പിന്നെ ചുവപ്പ് അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലുള്ള തണ്ടുകളുള്ളതും മധുരവും പുളിപ്പും കലർന്ന രുചിയാണ് ഇത് പാകം ചെയ്യുമ്പോൾ. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, കാൽസ്യം, ഇരുമ്പ് എന്നിവയുടെ ഗുണങ്ങളുണ്ട് ഈ ചീരയ്ക്ക്. പിന്നെ ഈ ചീരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒത്തിരി നാരുകളുണ്ട്. ഒത്തിരി നാരെന്ന് പറയുമ്പോൾ വളരെയേറെ നാരുകളുള്ളൊരു ചീരയാണിത്, മൈസൂർ ചീര. ഈ ചീരയുടെ നാരുകൾ ദഹനത്തിന് നല്ലതാണ്. അതുകൊണ്ട് ഇത് കറി വെച്ച് ഇത് തോരൻ വെച്ച് കൂട്ടാം. നല്ലപോലെ തോരൻ വെച്ച് കൂട്ടുന്ന സാധനമാണ് ഈ ചീര. പിന്നെ ചീരക്കറി സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. ചീരക്കറി സൂപ്പ് ഇതെല്ലാം ആകെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് മൈസൂർ ചീര. ഇതിൻ്റെ പൂ കണ്ടത്, മൈസൂർ ചീരയുടെ പൂവ്, ഇതിൻ്റെ തണ്ടും ഇലയെല്ലാം നമുക്ക് ഉപയോഗിപ്പിച്ച് കറി വെക്കാനായിട്ട് നല്ല ഇതാണ്. നല്ലപോലെ കറി വെക്കരുത്. ഇതുകൊണ്ട് നടക്കുന്നത് മൈസൂർ ചീര. തോരൻ വെച്ച് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടല്ലോ, നല്ലപോലെ നമ്മൾ ഇഷ്ടം പോലെ ചോറിനും മൈസൂർ ചീരയുടെ കറി എന്തേരം നമുക്ക് കഴിക്കാം. മായമായിട്ട് ചോറുണ്ടോ മൈസൂർ ചീര ഉണ്ട്. ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് ഇതുപോലെ വെയിലും ഒക്കെ ഭയങ്കര ഉച്ചയായില്ല, ഭയങ്കരമായിട്ട് വെയിൽ മൂത്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ചെറുതായിട്ട് വാടിയ പോലെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കേണ്ട ചീര, ഉഷാറായിട്ട് ഉണ്ടോ, നല്ല ഉഷാറായിട്ട് നിൽക്കേണ്ട ചീരയാണ്. സൂപ്പർ ചീരയാണ്. ചീരകളി നല്ല ചീര ചെയ്തു കേട്ടോ, മൈസൂർ ചീര. പിന്നെ വേറെ ചീരയൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി അടുത്ത നമ്മൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീഡിയോ ഇടുമ്പം അതിനെപ്പറ്റിയുള്ളത് ചർച്ച നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു കറി, കൂട്ടാൻ കറി വെക്കുന്ന സാധനം ഇത്. തൊടുകറിയേ